ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഇളയ മോനാണ്, ഇതെൻ്റെ മൂത്ത മോൻ. പിന്നെ വണ്ടി ഓടിക്കുന്നത് എൻ്റെ സ്വന്തം ഹസ്ബൻഡ്. ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വേറെങ്ങുമല്ല, ഒരു ഷാപ്പിലേക്കാണ്. വേറെ ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നല്ല ഫുഡ് കഴിക്കണം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്നത് ആലപ്പുഴയിലുള്ള പള്ളാത്തുരുത്തിയിലെ മിനി കൽപ്പകവാടി ഷാപ്പ്. അവിടെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഫേമസുമാണ്. ഏഷ്യാനെറ്റിലൂടെ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്ന പ്രോഗ്രാമിലൂടെ ഷാപ്പൊക്കെ കുറേ കാണിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടെ പോകാൻ തോന്നി. അത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ്. മൊത്തം കായലുകളും തോടുകളും പാടങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഹൗസ് ബോട്ടൊക്കെ നിരത്തിയിട്ടിരിക്കുന്ന പ്രത്യേക ഒരു വൈബാണ് ഇതിൽ കൂടെ പോകാനായിട്ട്. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ നടപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മിനി കൽപ്പകവാടി ഷാപ്പ്. പക്ഷെ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നേ. അവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആരും ഇങ്ങോട്ടധികം വരുന്നില്ല. പണി നടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലങ്ങളൊക്കെയാണ്. നമുക്ക് നല്ല അത്യാവശ്യം ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. നല്ലൊരു ഷാപ്പാണ്. പിന്നെ എന്ത് ചെയ്യാൻ, എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നു. ഇനി തിരിച്ചെങ്ങനെയാണ് വീട്ടിലോട്ട് പോകുന്നത്? പെട്ടെന്നാണ് പ്ലാൻ ഇട്ടത്. ഇവിടെ അടുത്ത് 5 കിലോമീറ്റർ അപ്പുറേ പൂപ്പള്ളിയിലൊരു ഷാപ്പുണ്ടെന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇനി അവിടെ ഇതുപോലെ തന്നെ ആകുമെന്നോർത്ത് സംശയത്തോടെയാണ് ഞങ്ങൾ പോയത്. പ്രാർത്ഥിച്ചുകൊണ്ട് പോകാമല്ലേ. ഞങ്ങളതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഷാപ്പിലേക്ക് എത്തിപ്പോയി. ഇവിടെ അത്യാവശ്യം ഒന്നല്ല, നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസമായത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചു. ഇവിടെ ചെന്നപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അതും കിച്ചണിലോട്ട് നമുക്ക് നേരിട്ട് കയറി ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. അവിടെ ഇല്ലാത്ത ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്, എന്നതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നാമത് 1 മണി സമയം, നല്ല വിശപ്പുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കുക, എന്ത് മേടിക്കും എന്ത് കഴിക്കുക എന്നൊക്കെ ഓർത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതേ കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് താറാവ് കറി. പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ മേടിക്കാമെന്ന് ഓർത്തു.
റെസ്റ്റോറൻറ്റ് പോലെ അവരത് കെട്ടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ അവിടെയാണ് ഇരുന്നത്. ഇതാകുമ്പോൾ നല്ല കായലിനൊപ്പത്തിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിക്കാം. പിള്ളേർക്കൊക്കെ നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് എന്താ വരാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും. ആ ഇരിപ്പാണ്. പിന്നെ അടുത്ത് കായലുള്ളതുകൊണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതാ ഫുഡ് വന്നു. അപ്പം, താറാവ് കറി, പിന്നെ കള്ളപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ സ്വന്തം കപ്പ, പിന്നെ ഇത് പോത്ത് നല്ല സവാളയൊക്കെ അരിഞ്ഞിട്ട് നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താ, വിശന്നിരിക്കുമല്ലോ, അങ്ങ് കഴിക്കാം.